നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നു കാണുന്നത്. ഇനി വരാൻ പോകുന്നത് മമ്മി പറഞ്ഞ പോലെ കല്യാണോ? സഞ്ജന അതിലും ജയിക്കുക തന്നെ ചെയ്യും. നീ അത് മനസ്സിലാക്ക സഞ്ജു. ഇവന്റെ മനസ്സിൽ ഈ നേരത്തും സ്വാതി തന്നെയാ. എന്റെ മോൾ ആഗ്രഹിച്ച ജീവിതം കിട്ടുമെന്ന് എന്തുറപ്പാ ഉള്ളത്? എന്താ ഇവന്റെ മനസ്സിലെന്നല്ല അറിയേണ്ടത്, ഇവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. എന്റെ മകളെ മരണം കൊണ്ടുപോകുന്നതിന് മുൻപ് ആ പെണ്ണിനെ മരണത്തിന് എറിഞ്ഞുകൊടുത്ത് എന്റെ മോളെ രക്ഷിക്കണം. എന്നാ പോവാം. വാ വാ. വാടാ സഞ്ജു. ഞാനില്ല. എടാ ആഘോഷം എന്തോ ആവട്ടെ, അത് അടിച്ചു പൊളിക്കണം. നീ അടിച്ചു വാ. ഇനി ഇവിടെ ഇരുന്ന ഇവരുടെ ദേഷ്യം സ്വാതിയിലേക്ക് പോവും. വേഷം കിട്ടിയ നിലയ്ക്ക് അഭിനയിക്കുക തന്നെ. എഴുന്നേറ്റ് വാടാ. എനിക്ക് മതി. എന്താ അമ്മ ഈ കാണിക്കുന്നേ? നീ തേച്ചെടുത്ത് തന്നെ പിന്നെയും പിന്നെയും തേച്ചോണ്ടിരിക്കുവാണോ? ഇത് കണ്ടാ തോന്നുമല്ലേ എന്റെ മഞ്ഞൾ കല്യാണമാണെന്ന്. ചേച്ചി താല്പര്യം കാണിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ചേച്ചിയുടെ മഞ്ഞൾ കല്യാണം നടത്തായിരുന്നു. അദ്ദേഹത്തിന് ചേച്ചിയെ കാണാനുള്ള അനുവാദം കൂടി നിഷേധിച്ചിരിക്കുകയാണല്ലോ. അമ്മു, മോളെ, ഞങ്ങൾ ഇറങ്ങുവാ. കൂട്ടുണങ്ങുന്നതുവരെ ദേഹം അധികം അനക്കരുത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നടന്നത് ചേച്ചിയുടെ മഞ്ഞൾ കല്യാണം തന്നെയാ. തറവാട്ടില് മഞ്ഞൾ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന മഞ്ഞളാ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. അമ്മു, നീ എന്തായി കാണിച്ചത്? ഇത് സഞ്ജനയ്ക്ക് വേണ്ടി കരുതിയതല്ലേ? മഞ്ഞള് തേക്കാനുള്ള യഥാർത്ഥ അവകാശി ഇവിടെ ഉള്ളപ്പോ മറ്റാർക്കെങ്കിലും വേണ്ടി എനിക്കിത് ഉപേക്ഷിച്ചു പോരാൻ കഴിയോ? പതിവിലും ദാഹം കൂടും. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. ധാരാളം വെള്ളം കുടിക്കുകയും വേണം. ഗോവിന്ദ,
പോ. തിരുമേനി, എന്റെ ചേച്ചിക്ക് എപ്പോ നടക്കാൻ കഴിയും? ഇനിയും സമയം വേണ്ടി വരുമോ? തിടുക്കം കാട്ടാതെ കുട്ടി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. കണക്കും പ്രകാരം ഇനി ഒരു ദിവസത്തെ ചികിത്സ കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ നടക്കാൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ. ലച്ചുനിപ്പോ സന്തോഷമായല്ലോ. ചേച്ചി, ഞാൻ ഫോണൊന്ന് നോക്കട്ടെ. എന്താ രാജുട്ടാ? ആ അമ്മു, ഇവിടെ ഹൽദിയുടെ ആഘോഷം നടക്കുക. ഒച്ചയും ബഹളൊക്കെ കേൾക്കുന്നുണ്ട്. അവരിന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലേ? നാളെ സന്തോഷം ഉണ്ടാവില്ല. ഇന്നെങ്കിലും സന്തോഷിച്ചോട്ടെ എന്ന് ഞാനും കരുതുന്നത്. എനിക്കെന്റെ വാക്ക് പാലിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാ ഞാൻ. നാളെ കൊണ്ട് ചേച്ചിയുടെ ചികിത്സ കഴിയും. അല്ല, സ്വാതിക്ക് നടക്കാൻ കഴിയും അമ്മു? രാജുവേട്ടൻ ഉദ്ദേശിക്കുന്ന തരത്തിലൊന്നും നടക്കാൻ കഴിയുമെന്ന് കരുതണ്ട. പക്ഷേ ഒരാള് കൈ പിടിച്ച ചേച്ചിക്ക് നടന്നു വരാൻ കഴിയും. ഞങ്ങളതിന് കാത്തിരിക്കാം അമ്മു. പിന്നെ പലഹാരപ്പൊതിയിൽ വെച്ചിരുന്ന മഞ്ഞൾ എന്തിനാന്ന് അമ്മുന് മനസ്സിലായോ? അത് രാജുവേട്ടൻ പറ്റിച്ച പണിയാന്ന് ഞാൻ അപ്പോഴേ മനസ്സിലാക്കിയതാ. അദ്ദേഹത്തോട് അത് ഞാൻ പറയുകയും ചെയ്തു. ഹൽദിക്ക് മുമ്പ് അമ്മൂന് ആ മഞ്ഞൾ സ്വാതിയുടെ മുഖത്ത് തൊട്ടു കൊടുക്കാൻ കഴിയണം. ദൈവം അവിടെ നമ്മുടെ കൂടെ നിന്നു. ഇന്ന് ചേച്ചിക്ക് മഞ്ഞൾ ലേപനം നടത്തേണ്ട ദിവസമായിരുന്നു. പെരുവണ്ണാപുരത്ത് അമ്മയുടെ അനുഗ്രഹം എന്നല്ലാതെ എന്ത് പറയാനാ രാജുവേട്ടാ? മഞ്ഞൾ ലേപനത്തിന് വിശേഷപ്പെട്ട മഞ്ഞളാ വേണ്ടത്. അതിവിടെ തീർന്നിരിക്കായിരുന്നു. രാജുവേട്ടൻ തന്നുവിട്ട മഞ്ഞളാ ദേഹം ആകെ പൂശിയത്. അടിപൊളി. പെരുവണ്ണാപുരത്ത് അമ്മയുടെയും മഹാദേവന്റെയും അനുഗ്രഹം അനുഭവിക്കുമ്പോഴാ നമ്മുടെ ആഗ്രഹം സാധിക്കുന്ന വിശ്വാസം കൂടുന്നത്. അത് നടക്കും അമ്മു. സഞ്ജു മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ ഓരോന്നിനും നിന്നു കൊടുക്കുക. അഭിനയമാണെന്ന് അവന്റെ മനസ്സറിയുന്ന എല്ലാവർക്കും അറിയാം. ഒരിക്കൽ താലികെട്ടി അഭിനയിച്ച ആളല്ലേ, എങ്കിൽ പിന്നെ ഇവിടെ അഭിനയിച്ചോട്ടെ. അമ്മുന്റെ തമാശ എനിക്ക് മനസ്സിലായി. അവൻ അനുഭവിക്കുന്ന വേദന അവന്റെ പ്രായത്തിലുള്ള മറ്റാരും അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഇനിയാണെങ്കിൽ അനുഭവിക്കാനും പോകുന്നില്ല. എനിക്കറിയാം രാജുവേട്ടാ, ആ നല്ല മനസ്സിനെ ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല. അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? രാജുവേട്ടൻ ചെന്ന് അദ്ദേഹത്തോട് ഈ വിവരമൊന്നും പറയണ്ട. അദ്ദേഹം ഇനി ഇങ്ങോട്ട് വരാൻ പാടില്ല. ഏയ്, ഞാൻ പറയൊന്നുമില്ല. സഞ്ജനയുടെ ഹൽദിക്ക് മുമ്പ് ഞാൻ എന്റെ ചേച്ചിയുടെ ഹൽദി നടത്തി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.